ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. പുഷ്പ 2 ദ റൈസ് എന്ന ചിത്രം ഇന്ന് റിലീസായിരിക്കുകയാണ്. ആദ്യം വരുന്ന ചോദ്യം മറ്റൊന്നുമല്ല. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കുക. ടർബോയെ തീർത്തോ പുഷ്പ എന്നുള്ള ചോദ്യമാണ്. ടർബോയാണ് ഈ ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയിരിക്കുന്ന ചിത്രം. മലയാളത്തിൽ വേറെ ഒരുപാട് സിനിമകൾ, ഏകദേശം 280ഓളം സിനിമകൾ ഇറങ്ങിയിട്ട് ഒരു സിനിമയ്ക്ക് പോലും ടർബോയുടെ ഫസ്റ്റ് ഡേ കളക്ഷൻ കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. മലയാളം മാത്രമല്ല, തമിഴിലും തെലുങ്കിലും നിന്നുള്ള സിനിമകൾ വരെ വരികയുമുണ്ടായി. മലയാളത്തിൽ ആമ്പിള്ളേരില്ലാത്തത് കൊണ്ട് തന്നെ തെലുങ്കിൽ നിന്ന് ആളെ ഇറക്കേണ്ട ഗതികേടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനിടയിൽ ചില ഫാൻസുകാർ കരയുന്ന ഒരു കാര്യത്തിനാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. അതായത് ടർബോയുടെ കളക്ഷൻ ഇന്ന് തീരും എന്നുള്ള കാര്യം. റെക്കോർഡുകൾ തീർക്കാനുള്ളതാണ്, തീർക്കപ്പെടാനുള്ളതാണ് എന്ന് പറയാം. എവിടെയെങ്കിലും ചെറിയ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ മോഹൻലാലിൻ്റെ മലൈക്കോട്ടെ വാലിബനായിരുന്നു. മലൈക്കോട്ടെ വാലിബൻ പ്രീസെയിലൂടെ 3 കോടി നേടി അവിടം കൊണ്ട് ഒടുങ്ങുന്ന ഒരു കാര്യം നമുക്ക് കാണാനും കഴിഞ്ഞു. പിന്നീടുള്ള യാത്ര വെറും ശോകമായിരുന്നു എന്നുള്ളത്. ഇവിടെ ടർബോ ഒരു ആവറേജ് അഭിപ്രായത്തിൽ വന്ന മമ്മൂട്ടി ചിത്രം ഏകദേശം 90 കോടി രൂപയ്ക്ക് അടുത്ത് കളക്ട് ചെയ്യപ്പെടുകയും മമ്മൂട്ടി തന്നെ 70 കോടി വരെയുള്ള പോസ്റ്റർ ഫൈനലായി ഇറക്കുകയും ചെയ്തു. ഇന്ന് ട്രാക്കേഴ്സും എല്ലാവരും 70 കോടിയിൽ ചുറ്റിക്കറങ്ങി നിൽക്കുമ്പോഴും ഒരു കാര്യം ഉറപ്പിക്കുന്നു, അവർക്ക് പോലും തിരുത്താൻ കഴിയാത്ത ഒരു കാര്യം, ഫസ്റ്റ് ഡേ കളക്ഷൻ 6 കോടിക്ക് മുകളിൽ നേടിയ ഏക മലയാളത്തിൽ റിലീസ് ചെയ്ത ചിത്രമാണ്. ഇന്ന് ആദ്യത്തെ ചോദ്യം, ടർബോയുടെ കളക്ഷൻ റെക്കോർഡ് തീർക്കുമോ പുഷ്പ എന്നുള്ളതാണ്. പ്രീസെയിലൂടെ ടർബോയ്ക്ക് ഈ പറഞ്ഞ പോലെ പുഷ്പയ്ക്ക് വന്നിരിക്കുന്നത് 3,93,00,000 രൂപയോളമാണ്. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് ഈ സിനിമയ്ക്ക് 7 കോടിയെങ്കിലും ഫസ്റ്റ് ഡേ കളക്ഷൻ വരും. ഒന്ന് ആലോചിച്ച് നോക്കുക, ഏകദേശം 400 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് വരുന്ന ഒരു ചിത്രമാണ് മമ്മൂട്ടിയുടെ ഒരു 30 കോടിയിൽ വരുന്ന ചെറിയ ഒരു സിനിമയെ ആയിട്ട് മത്സരിക്കേണ്ട ആവശ്യം വന്നിരിക്കുന്നത്. അതായത് എതിരാളി ഫാൻസുകാർക്ക് ഉള്ള ആകെ ആശ്വാസം അതുമാത്രമാണ് എന്നുള്ളതാണ്. ഒരു പക്ഷേ അവർ പറയുന്ന പോലെ തന്നെ ടർബോയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് 70 എന്ന് പറയുകയും 70 കോടിയെന്ന് അവർ പടച്ചു വിടുകയും പിന്നീട് അവരുടെ സിനിമകൾക്കെല്ലാം ഉള്ള കളക്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുമ്പോൾ 50-60 കോടിയാണ് എന്ന് പറയുകയും ചെയ്തു. അതായത് ടർബോ പോലെയുള്ള ഒരു ഇത്തിരി ഇല്ലാത്ത സിനിമ ചെയ്യാൻ 70 കോടിയാണെങ്കിൽ ബ്രഹ്മാണ്ഡ സിനിമയായിട്ട് അല്ലെങ്കിൽ വലിയ സിനിമകളായിട്ട് വരുന്ന 200-300 ദിവസം ചിത്രീകരിക്കുകയും വമ്പൻ താരനിരയോടുകൂടി വരുന്ന ചിത്രത്തിന് എന്ത് കോസ്റ്റ് വരുമെന്ന് ആർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെയെല്ലാം അങ്ങനെ ഒരു പേപ്പർ വെച്ച് മൂടിക്കൊണ്ട് അതെല്ലാം ഇല്ലാത്ത പോലെ പോകുന്ന ഒരുപാട് പേരുടെ കരച്ചിൽ നമുക്ക് കാണാൻ കഴിയുന്നു. എന്തായാലും ടർബോയുടെ ഈ റെക്കോർഡ് തകർക്കപ്പെടണം എന്ന് തന്നെയാണ്. തീർച്ചയായും എന്നാലേ അതിനൊരു ഉന്മേഷം ഉണ്ടാവുകയുള്ളൂ. ഒരു വർഷമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ 12 മാസങ്ങളായിട്ട് നമ്പർ 1 ആയിട്ട് ടർബോ തന്നെ നിൽക്കുന്നു. ഒരു അന്യഭാഷാ ചിത്രത്തിനെങ്കിലും അതിൻ്റെ ഫസ്റ്റ് ഡേ കളക്ഷൻ തകർക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്? പുഷ്പ 2 എന്ന ചിത്രം ആദ്യ ദിന കളക്ഷനിൽ ടർബോയെ കവർ ചെയ്യുമോ? കമൻസിലൂടെ രേഖപ്പെടുത്താം. വേറെ ഏതെങ്കിലും സിനിമ അങ്ങനെ കവർ ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഇനി ഈ വർഷം 20 ദിവസങ്ങൾ കൂടെ ബാക്കിയുണ്ട്. ഏകദേശം 15-20ഓളം സിനിമകൾ ഇനിയും റിലീസ് ചെയ്യപ്പെടാനുമുണ്ട്. കാത്തിരിക്കാൻ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.